ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. അപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താ അതിനെ എതിർത്തതിൻ്റെ പേരിൽ ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണം CPM നേതാക്കന്മാർ നടത്തിയാണ്. അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി എന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം. ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് BJPയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുകയാണ്. കേരളം, പ്രബുദ്ധ കേരളം, ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം. അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുക. എന്നിട്ടും CPM ഈ അയ്യപ്പൻ്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റ് നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത് എന്ന് CPM വ്യക്തമാക്കണം. അയ്യപ്പൻ്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് CPM. അയ്യപ്പൻ്റെ സ്വർണം കവർന്നവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് CPMവും ഗവൺമെൻറ്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുക. താങ്കൾ മറുപടിയാണ് പറഞ്ഞത്, ചോദ്യമല്ല ചോദിച്ചത്. ഞാൻ പറയാം. 4 പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി CPMനെ പിന്താങ്ങിയ സമയത്ത് CPM ഇവിടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ. അന്നല്ല ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ CPM ഭരിപ്പിച്ചിരുന്നത്? അതാണ് മറുചോദ്യം. മനസ്സിലായ? ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണിത്. അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു അലട്ടിലും ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി.
അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെൻറ്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പോൾ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്. അല്ല, അത് ഞാൻ ചോട്ടെ, സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ട്. സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭൂമി നോക്കി തുടങ്ങിയത്. 3 മാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത്? വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുക. നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താതെ ഒരു ഭൂമി എടുക്കാൻ പറ്റില്ല. സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല ഭൂമി എടുക്കാൻ. എന്നിട്ട് വ്യാപകമായി ഇതിൽ പ്രചരണമാണ്. ഞാൻ തട്ടിയെടുത്തു പൈസ. ഇന്നലെ ഞാനൊരു CPM-ൻ്റെ അവിടെ ഇരുന്ന ഒരാൾ എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്. നിങ്ങളുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ 10 കാർഡ്. അതിലൊരു കാർഡ് മറ്റേ അവിടെ തന്ന പൈസ, KPCC തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി. KPCCയുടെ 137, 138 അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം. നിങ്ങൾ ഫണ്ട് പിരിക്കണേക്ക്, CPM ഫണ്ട് പിരിക്കണേക്ക് അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM ഫണ്ട് പിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു 100 കോടി രൂപ, 137. ഇതുപോലത്തെ പ്രചരണം AKG സെൻറ്ററിലിരുന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയുന്നതിൻ്റെ പേര്, എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.